പത്മജ നമുക്കറിയാം, ലീഡർ കെ കരുണാകരൻ്റെ മകളാണ്, ലെഗസി ഉണ്ട്, അതൊക്കെ ഒരു പോയിൻ്റാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ജാതി മത സമവാക്യങ്ങളൊക്കെ വളരെ നിർണായകമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു 35% വരുന്ന ജനവിഭാഗം ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നന്നായിട്ട് പിന്തുണച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് 55,000 വോട്ടാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പിടിക്കാൻ സാധിച്ചത്. ഏതാണ്ട് 14,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. മുരളീധരന് 40,000 ചില്ലാൻ വോട്ടും സുരേഷ് ഗോപിക്ക് 55,000 വോട്ടുമാണ് ലഭിച്ചത്. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു 30,000 വോട്ടൊക്കെയാണ് BJPക്ക് പോൾ ചെയ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായിട്ടും ഒരു LDF വിരുദ്ധ തരംഗമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വരാനുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല ക്രിസ്ത്യൻ വോട്ട് തിരികെ BJPയിൽ നിന്ന് UDFിലേക്ക് പോയി എന്നുള്ളതും ഒരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും BJPക്ക് ഒരു 35,000 മുതൽ 40,000-അടുത്ത് ഒരു വോട്ട്, അത് BJPയുടേതായിട്ടുള്ള ഒരു വോട്ട് അവിടെയുണ്ട്. അപ്പോൾ അതിനുപരിയായിട്ട് പത്മജ എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് പത്മജയ്ക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ട് മണ്ഡലത്തിൽ. അതുകൂടാതെ അവർക്കൊരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം പത്മജ ഇത്തവണ ജയിക്കണം. 2 തവണ അവിടെ മത്സരിച്ചു, പരാജയപ്പെട്ടു. മുമ്പ് മുകുന്ദപുരത്ത് മത്സരിച്ചു, പരാജയപ്പെട്ടു 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവരൊരു ജയം അർഹിക്കുന്നുണ്ട്. അവർ അവിടെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ട് സ്ത്രീ വോട്ടർമാർക്കിടയിലൊക്കെ ഒരു വികാരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അത് വോട്ടായി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ.